അയ്യോ കള്ളൻ കള്ളൻ കള്ളൻ. ചേട്ടനായിരുന്നോ? അല്ല, ചേട്ടന്റെ പ്രേതം. ഞാനങ്ങ് പേടിച്ചു പോയി. എന്റെ വയറ് പോയി ഇതിന് ചവിട്ടുകൊണ്ട്. ചേട്ടൻ എന്തിനാ പാതിരാത്രിക്ക് ഇവിടെ വന്ന് കിടക്കണേ? എന്തിനാണ്? സിംഗപ്പൂര് കച്ചേരിയുടെ കാര്യം പറഞ്ഞും അലുവ തീറ്റിച്ചും കയറി തൂങ്ങിയും അവരെന്നെ കല്യാണം കഴിപ്പിച്ചു. അതുപോലെ നിന്നേം കൊടുക്കും ആ കയറ്റ തന്ത. പിന്നെ ഞാനിപ്പോ വരാന്തലേ ആയുള്ളൂ, നീ അങ്ങ് നട റോഡിലാവും. ആര്? ഞാനാ? എന്റെ പൊന്നനിയ, കെട്ടണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിക്കും. വരുന്നുണ്ട്, തുടങ്ങിക്കോ. എടാ പ്രദീപേ, നീ ഇങ്ങനെയൊക്കെ നടന്നാ ഇത് എങ്ങനെ നടക്കണമെന്നാ? അല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടായോന്ന്. ചേട്ടാ, തന്തയും തള്ളയും ചത്തുപോയെന്ന് വെച്ച് ലോകത്ത് ആരെങ്കിലും കല്യാണം കഴിച്ചായിരിക്കും? എടാ ഔസേപ്പേ, നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അനാഥനല്ലെന്ന്. എന്നെങ്ങനെ ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ഇമോഷണൽ ആകാതളിയാ. ഈ ഔസേപ്പുള്ളിടത്തോളം കാലം നീ അനാഥനല്ലടാ. നിന്നെ അനാഥനാക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടുന്നെങ്കിലും ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. അന്ന് മുതൽ ആരും പറയില്ല നീ ഒരു അനാഥനാണെന്ന്. വന്നിട്ട് പൊക്കോ. ഇനി നാറ്റിച്ച് കളയരുത്. പോയോ? ഇപ്പം സംസാരിച്ചൊക്കെ നേരാണോ? എന്ത്? അനാഥനാണെന്ന്. ഇനിയും അത് പറഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ അനാഥനല്ല. അല്ല. അയ്യോ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പിന്നെ ഇനി മുതൽ പ്രദീപ് അനാഥനല്ല. എനിക്ക് ഒരു കാര്യം പറയാൻ. എനിക്കറിയാം, എന്നെ ഇഷ്ടമാണെന്നല്ലേ. അത് ശരി, അങ്ങനെയാണോ? ഞാൻ വൈകിട്ട് കൊടുത്തേക്കാം. ഞാൻ പിന്നെ വിളിക്കാം. റോഷിനി പോയിക്കോളൂ. യെസ് മാഡം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓഫീസിൽ ഒന്ന് കാണരുതെന്ന്? എപ്പോ വീട്ടിൽ വന്നാലും ചേച്ചിയമ്മ അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വന്നത്. കാശിന് അത്യാവശ്യമായിരിക്കും. അതെ. എന്നാൽ ഇനി ദൂത്തടിക്കാൻ കാശ് ഞാൻ നിനക്ക് തരില്ല. പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ആരോട് ചോദിക്കും ചേച്ചമ്മേ? വിൽസൺ, കുറ്റം എന്റേതാണ്. കുട്ടികളില്ലാത്ത ഞാൻ നിന്നെ സ്നേഹിച്ചു വളർത്തി, പഠിപ്പിച്ചു. ചോദിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ള പണം തന്നു. പക്ഷേ അതെങ്ങനെ കള്ളുകുടിച്ചും കൂട്ടുകൂടിയും ചെലവാക്കാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഓക്കേ, ഐ റിപ്പന്റ്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചമ്മ പറയുന്നത്? ഇനിയെങ്കിലും പണത്തിന്റെ വില നീ അറിയണം. സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കണം. അതിന് നീ തയ്യാറാണെങ്കിൽ ഞാനൊരു ജോലി തരാം. ഓക്കേ, അഗ്രീഡ്. ഓക്കേ മാഡം. ഈ കക്ഷിയാരെന്ന് പറഞ്ഞേ? മേഡത്തിന്റെ ചേച്ചിയുടെ മകൻ. എന്നിട്ടെന്താ, പുള്ളി ഇപ്പൊ സാറിന്റെ അസിസ്റ്റന്റാ. മൂപ്പർക്ക് പഴയ പ്രേമരവും വല്ലതും ഉണ്ടോ? അയ്യോ, ഒന്നുമില്ല, ആള് വെറും പാവാ. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടേ പറഞ്ഞാ മതി. തെങ്ങും ചാരി എന്നോ പെണ്ണിനെ കൊണ്ട് പോയെന്ന്. ഓ, പെണ്ണിനെ കൊണ്ട് പോയൊന്നുമില്ലല്ലോ, വെറുതെ ചുറ്റുന്നല്ലേ ഉള്ളൂ. മാസം 3 ഞാനറിയാതെയോ? അയ്യോ, അതല്ല, ചുറ്റാൻ തുടങ്ങിയിട്ട് മാസം 3 പറഞ്ഞേ. ഇനി നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. വീട്ടുകാരെ അറിയിക്കണ്ടേ? വീട്ടുകാരോ? അല്ല, വീട്ടുകാരെ പോലത്തെ എന്റെ കൂട്ടുകാര്. അതാണോ? അതിനധികം സമയം വേണ്ടല്ലോ. വേണ്ട. അയ്യോ, ഞാനിങ്ങനെ ഇറങ്ങാം. എന്റെ തോളെ പിടിച്ചോണ്ട് ഇറങ്ങടി. എന്നാ നമുക്കൊരു കാര്യം ചെയ്തേക്കാം. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ കല്യാണം അതിഗംഭീരമായി നടത്തുകയാം. ഓക്കെ? ഓ, രജിസ്റ്റർ ഓഫീസ് ഒന്നും വേണ്ട. വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലെന്താ? ക്ഷേത്രമായാലും പള്ളിയായാലും തന്തയും തള്ളേ അറിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. തന്തയും തള്ളേ? അല്ല, തന്തയും തള്ളയില്ലാത്ത നമുക്ക് ക്ഷേത്രമായാലും എന്താ പള്ളിയായാലും എന്താന്ന് ഞാൻ പറയായിരുന്നു. എന്നാ ഇപ്പൊ തന്നെ ഒരു ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കാം. പോയിക്കളയാം. അപ്പൊ നമ്മൾ നേരെ പോയി ജോത്സ്യനെ കാണുന്നു. അതിനുശേഷം നിന്നെ ഫ്രണ്ട്സിന്റെ പാർട്ടിക്ക് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ. ഹലോ. ഹായ് ലക്ഷ്മി. മാഡം ലിസി ശരിയൊന്നും എത്തിയില്ലേ? അവര് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ വരാന്ന് പറഞ്ഞു. ആ, എന്താ കഴിക്കാൻ? അയ്യോ, ഞാൻ ഈ പാർട്ടിക്കാരനല്ലേ. അതെന്താ?
ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നല്ലേ? ഓ, അപ്പൊ ഞാൻ പോകുന്നു. എന്താ ഇത്ര ധൃതി? ഇനിയിപ്പോ ധൃതിയൊന്നുമില്ല. തന്റെ പരാതികളെല്ലാം തീർന്നില്ലേ? ജോത്സ്യരെ കണ്ടു, മുഹൂർത്തം നിശ്ചയിച്ചു. വരുന്ന വെള്ളിയാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ ഞാൻ ഇപ്പോഴാണ് ഓർത്തെ. 6 മണിക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പോയില്ലേ എന്റെ ജോലി ഇറക്കും. ഓ, തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇനി ഇവിടെ എന്റെ ജീവൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാളെ കൃത്യം 6 മണിക്ക്. പ്ലീസ്, ഒരു 5 മിനിറ്റ് ധൃതിപ്പെടല്ലേ. കളി വേറെ, കാര്യം വേറെ. നാളെ കൃത്യം 6 മണിക്ക്. ഓ, അയ്യോ, ആ കാലം കണ്ടോ. ഹായ് റോഷ്നി. ഹായ് ശൈലജ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇതാരാ, നിന്റെ അമ്മാവനാ? അല്ലല്ലോ, ഇവിടെ എന്റെ അമ്മുമ്മയാ. അപ്പോഴാ ഞാൻ പറഞ്ഞ നിന്നോട് ഞാൻ പുറത്ത് വരത്തില്ലെന്ന്. അയ്യോ, എന്റെ ഹസ്ബൻഡാ. സോറി ട്ടാ. ഇത് ചേട്ടന്റെ അച്ഛൻ. അമ്മ. ഇത് രോഷ്നി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. നീ ഇവിടെ? ഞാൻ ഗ്രീത്ത എക്സ്പോർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. സിനിമയ്ക്ക് സമയമായി. ഏയ്, എന്തായാലും നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല. എന്റെ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരെയും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. വരുന്ന വെള്ളിയാഴ്ച കാലത്ത് 9 മണിക്കുള്ളിൽ മരുത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം. നിനക്കറിയാലോ, എനിക്ക് മറ്റാരും ഇല്ലെന്ന്. എന്റെ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം നടത്തി തരണം. അത് പിന്നെ പറയാനുണ്ടോ? അത് ശരി, ആരാ പയ്യൻ? ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയത്. ആണോ? സംസാരിക്കാൻ സമയമില്ല, സിനിമയ്ക്ക് നേരമായി. ഇനി മരത്തൂർ വെച്ച് കാണാം. പറഞ്ഞിട്ട് പാടി. ഞങ്ങൾ വരട്ടെ. വരട്ടെ. ബൈ. ആ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു? എന്താണ് അവിടെ? കാല. തന്റെ കാലാന്നോ? അല്ല, കാലെവിടെ എന്താ പോയിരുന്നു? കാലെവിടെ? കാല. അമ്മയെ കാലം നിർത്തി വെച്ചേ. ഇനി രണ്ടുപേരും ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. ഇവൻ ആരോ കൈവശം കൊടുത്തിരിക്കുക കേട്ടോ. അല്ല പിന്നെ ഈ നല്ല ബുദ്ധി ഇപ്പൊ എവിടുന്ന് വന്നാലാ? ആ, ഏതായാലും നന്നായി വാ. എന്താ മോനെ കാര്യം? അമ്മേ, ഈ ബാങ്ക് ജോലി കൊണ്ടൊന്നും എനിക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അതിന്റെ കാര്യത്തിന് വേണ്ടി പോവാ. ഇനിയിപ്പോ അതുപോലെ രാത്രിയിൽ വീട്ടിലെത്താൻ ഒത്തൊന്നും വരില്ല. ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ബാങ്കിൽ പോയി. പേരിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ സമ്പാദിച്ചു വേണോ മോനെ ഇവിടെ കഴിയാൻ? പിന്നെ എന്തിനാ മോനെ ഈ ഉറക്കൊഴിച്ചിട്ടുള്ള ജോലി? ലാഭമുള്ള ബിസിനസ് ആണോ? ലാഭം കിട്ടണ എങ്ങനെയാലും ഒരു 10 മാസം കഴിയും. എന്ത് ബിസിനസ്സാ? എന്തായാലും ലാഭമുള്ള ബിസിനസ് ആണ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടോ? ഞങ്ങള് രണ്ടേ അപ്പൊ പിന്നെ തൊഴിൽ തിരക്കൊന്നും ഉണ്ടാകത്തില്ല. എന്നാ പിന്നെ നിന്റെ അച്ഛനെ കൂടെ കൂട്ടിക്കോ. അയ്യോ, നിന്റെ മുതലായതുകൊണ്ട് വേറെ ആരും കൊണ്ടുപോകാതെ സൂക്ഷിച്ചോളൂ. അത് ശരിയാവില്ല. മൂന്നാമതൊരാളെ കൂട്ടാൻ പറ്റിയ ബിസിനസ് അല്ലത്. സ്വന്തം തന്തയെ പോലും. എന്റെ സുഭദ്ര ഞാൻ നോക്കുന്ന പോലെ നിന്റെ ബിസിനസ് ഞാൻ നോക്കിക്കോളാം. അതുപോലെ ഞാൻ നോക്കിക്കോളാം. അച്ഛനെ അമ്മയെ നോക്കിയാൽ മതി. എനിക്ക് നിന്ന് വരിക സമയമില്ല. എന്റെ പാർട്ട്ണർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കാണാം. എന്റെ പെട്ടി എവിടെ? എടാ കണ്ണിച്ചോരില്ലാത്ത മോനെ, എന്നെ ഇങ്ങനെ തയ്യാറാ. ഒന്നുകൂടെ ആലോചിക്ക്. ഔസേട്ടന്റെ ആരോ ചത്തൊന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് കമ്പി വന്നു. ചേട്ടൻ നാട്ടിലേക്ക് പോയി പറയാൻ പറഞ്ഞു. ചാവാൻ കണ്ടൊരു നേരം. അവനവിടെ എല്ലാം അറേഞ്ച് ചെയ്യാൻ. ഇനിയും ചടങ്ങ് തുടങ്ങാം. എന്റെ ഒരു കൂട്ടുകാരിയും കുടുംബം വരാമെന്ന് പറഞ്ഞിരുന്നു. അവരെ കണ്ടില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അവരൊക്കെ പിന്നെ വന്നോളൂ. മുഹൂർത്തം തീർന്നു വരുമ്പോ താലി കെട്ടണം. ആ, അവര് വരുന്നുണ്ട് കേട്ടോ. ഇവരെങ്ങനെ ഇവിടെ എവിടെ മുറിഞ്ഞു കയറി വന്നോളും? കാറ് കേടായതുകൊണ്ട് ടാക്സി പിടിച്ചാ വന്നത്. അതാ താമസിച്ചത്. ഞങ്ങളുടെ മൂത്ത സന്തയില്ലേ ഇവിടെ കെട്ടിയവൻ തരികട, അവനോട് നിർത്തിട്ട് വന്നിരിക്കുക. വരൂ അമ്മേ. ചെറുക്കനെ കണ്ടിട്ട് 2ാം കെട്ടുകാരനെ പോലെ ഇരിക്കുന്നു. അത് തന്ത്രിയാണ്. അത് 3 കണ്ടപ്പോ മനസ്സിലായി. എന്നാലും പാവം കല്യാണം നടത്തുന്ന തന്ത്രിയാണെന്ന്. ഓ അങ്ങനെ. അപ്പൊ ചെറുക്കനെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ പോയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ നരസിംഹോ? അയ്യോ, ഇതെന്ത് തമാശയാ? നിനക്ക് തമാശ. മുഹൂർത്തം കഴിയുന്നവരെ എന്റെ മകൻ ആരും കാണാൻ പാടില്ല. കണ്ട തോപ്പ് നേർച്ച. ഇതെന്ത് നേർച്ചയാ? എന്റെ അച്ഛന് കുട്ടികളില്ലാത്തതുകൊണ്ട് നടന്നതാ. അപ്പൊ പിന്നെ നീ എങ്ങനെ? എന്താ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ചോണ്ട്? പിന്നെ വിവരം അറിയണ്ടേ? ഉണ്ടായിരിക്കണം. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ നേർന്നതാ. അച്ഛന് കുട്ടികളുണ്ടായ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടായാലും
ഇത് എന്നെ കൊണ്ട് ധരിപ്പിക്കാമെന്ന്. എന്നിട്ട് ഇത് നേരത്തെ വയ്ക്കാഞ്ഞേ? അതിന് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇവരെ കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. അല്ല, ആരാ എന്റെ മകന്റെ മൂടി എടുത്തത്? എന്റെ പൊന്നി കേട്ടോ, ചതിക്കരുത്. മുഹൂർത്തം തീരുന്നവരെ ഈ മമ്മൂടി എന്റെ മുഖത്തിരുന്നില്ലെങ്കിൽ ആകെ ചളവാവും. ഇതൊരു നേർച്ചയാണ് കേട്ടോ, നേർച്ച. എന്റെ പൊന്നി മോനല്ലേ, ഇതൊന്ന് തീർന്നട്ടെ. മോൻ ഒന്നല്ല 9 മമ്മൂടി ഞാൻ മേടിച്ചു തരും. ചേട്ടാ, ചതിക്കരുത്, ചളമാക്കരുത് പ്ലീസ്. എന്നാ നേരത്തെ നടക്കട്ടെ. ദേവി, മുഹൂർത്തത്തിന് സമയമായി. മുഹൂർത്തമായി. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഈ കല്യാണം നടത്തി തരണം. നിങ്ങൾ എന്റെ കേട്ടത്തമ്മയുടെ സ്ഥാനത്ത് നിന്നു. അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ അവിടെ ഇരിക്കെ. മോൻ ഇങ്ങ് വാ. വാ. ആ, അവിടെ നോയിക്കൊണ്ടിരിക്കാൻ ആ മാല എടുത്തു കൊടുക്കണം. ആ, സർവത്ര മംഗളാദി പോന്തു. ആ മാല എങ്ങോട്ട് കൊടുക്കണം? മാല ആദ്യം ആരായിരുന്നേ? അച്ഛനമ്മ എവിടെ പോയോ? നിങ്ങളിനി ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണം. ഇത്രയും പിതൃഭക്തിയുള്ള ഒരു മകനെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ ശ്രീരാമനേക്കാൾ സീനിയറാ മോനെ. ദേവി,